അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും പിന്നെ ആ ഫസ്റ്റ് ഡേയും എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ്. മോനെ ഖത്തറിൽ ഒലീവ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ നാട്ടിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ അവനക്ക് അഡ്മിഷൻ എടുത്തിട്ടാണ് വന്നത്. ഇതാണ് അവൻ്റെ സ്കൂള്. നാളെയാണ് സ്കൂൾ തുറക്കുള്ളൂ. അവിടെ KG1 KG2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അവനക്കൊരു കുട്ടീനെ കണ്ടപ്പോൾ അവന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബുക്സ് മേടിച്ചു. നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ യൂണിഫോം മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂണിഫോമിൻ്റെ സൈസൊക്കെ പറഞ്ഞു കൊടുത്ത് യൂണിഫോമൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലുള്ള സമയത്തായിരുന്നു യൂണിഫോം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ്. അപ്പോൾ നമുക്കന്ന് വരാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് യൂണിഫോമൊക്കെ മേടിച്ചു. അപ്പോൾ 2-3 വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. അങ്ങനെ പിന്നെ നമ്മൾ ബുക്കൊക്കെ മേടിക്കൽ കഴിഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് മാൾക്ക് വന്നു. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന്. സ്കൂൾ തുറക്കണതിൻ്റെ മുന്നോടിയായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസും പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാഗൊക്കെ മേടിച്ചു. അതിൻ്റെ ടാഗൊക്കെ കട്ട് ചെയ്ത് സ്കൂളിലോട്ട് പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനക്ക് എന്താണ് ഇതുവരെ പ്ലേ സ്കൂളിലൊന്നും പോവാത്തതുകൊണ്ട് സ്കൂൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ബാഗ്, പുതിയ യൂണിഫോം, ബസ്സിലൊക്കെ പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ പൊലിവായിട്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാത്തിലും അവൻ്റെ നെയിം എഴുതണം. അവൻ്റെ ബാഗിലാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ബോട്ടിൽ, അതുപോലെ ലഞ്ച് ബോക്സ്, എല്ലാത്തിലും അവൻ്റെ നെയിം, ക്ലാസ് എല്ലാം എഴുതണം. അവനക്ക് 2 യൂണിഫോംസ് വരുന്നുണ്ട്. ഒന്ന് റെഗുലർ യൂണിഫോം, ഇതും ഒരു പിനാഫോറും ഷർട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിഫോം വരുന്നത് ഒരു PT ഡ്രസ്സ്, ഇതൊരു ടീഷർട്ടും ഒരു ജേഴ്സി പോലത്തെ ടീഷർട്ടും പാൻറ്റും വരുന്നുണ്ട്. പിന്നെ ഒരു യൂണിഫോമും കൂടി ഉണ്ട്. അത് വിൻ്റർ ഡ്രസ്സാണ്. അതിവിടെ വിൻ്റർ ആകുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കണം, നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പോൾ യൂണിഫോംസ് ഞാൻ ജസ്റ്റ് നോക്കുമ്പോഴാണ് അവന് ഭയങ്കര വലിയ വള്ളിയാണ്. പിന്നെ അഫോറിന്ന് ബാക്കിലോട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബട്ടൺസ് എടുത്ത് മുകളിലോട്ട് വെക്കണം. അത് എനിക്കൊരു ടാസ്ക് ആയിരുന്നു. കാരണം എനിക്ക് തുന്നാൻ അറിയില്ല. എൻ്റെ ഉമ്മാനെ വിളിച്ച് തുന്നലൊക്കെ പഠിച്ച് ബട്ടൺസൊക്കെ തുന്നി. അതിന് ശേഷം പിന്നെ അവൻ്റെ ബാഗിൽ നമ്മൾ ഇതുപോലെ ഒരു സ്പെയർ ഡ്രസ്സ് വെക്കണം. ഒരു കൂട്ട് ഡ്രസ്സ് അവൻ്റെ പേരൊക്കെ എഴുതിയിട്ടൊരു കവറിലാക്കിയിട്ട്. അപ്പോൾ അത് വെച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ അവൻ്റെ നാളേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും അണ്ടർ ഗാർമെൻറ്റ്സും എല്ലാ ID കാർഡ്, ഷോക്സ് എല്ലാതും ഇങ്ങനെ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ നാളെ നമുക്ക് വേഗം അതൊന്ന് എടുത്തിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിയൊക്കെ വേവിക്കാൻ വെച്ചു. അതിലേക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് എടുക്കണത്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ ഇതുപോലെ കൊണ്ടുവരാം. നമുക്ക് 1-2 യൂസിനുള്ള തേങ്ങ മാത്രം ഒരു കവറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ കുട്ടി കുട്ടി കവറുകൾ ഒരു 4-5 എണ്ണം കൊണ്ടുവരും. അതാകുമ്പോൾ തേങ്ങ കേട് വരാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. നമുക്ക് വേണ്ട തേങ്ങ വേണ്ട സമയത്ത് ഒരു പൊതി എടുത്തിട്ട് താഴത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിന് നമുക്ക് കുറേ കാലം തേങ്ങ കേട് വരാതെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഐസുമോൻക്ക് നമ്മൾ ഇന്ന് ഇഡ്ഡലിയാണ് കൊടുത്തു വിടുന്നത്. അവന് ഇഡ്ഡലി പൊതുവേ ഇഷ്ടമാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഡ്ഡലിയും കുറച്ച് ഗീയും ഷുഗറും ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കഴിക്കും. അപ്പോൾ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആക്കി കൊടുത്തത്. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സും കൂടി പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ അവനെ വിളിക്കലാണ്.
the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pine. അവനെ വിളിച്ച് പല്ല് തേപ്പിച്ച് കുളിപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇവിടെ ഫോർക്കുണ്ട്, ഇത് വെച്ചിട്ട് കഴിച്ചോ എന്നൊക്കെ. അവനക്ക് സ്പൂണും ഫോർക്കും ലഞ്ച് ബോക്സിൽ കമ്പൾസറിയാണ് ഇവരുടെ സ്കൂളിൽ. അപ്പോൾ ലഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് ഉണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നീ കഴിക്കണം എന്നൊക്കെ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തു. പിന്നെ അവന് രാവിലെ ഒരു പുഴുങ്ങിയ മുട്ടയും പിന്നെ പഴമാണ് കഴിച്ചിരുന്നത്. രാവിലെ ഇഡ്ഡലി കഴിച്ചില്ല, ഏതായാലും നമ്മൾ സ്കൂളിലോട്ട് ആക്കുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ ഒരുമിച്ച് തന്നെ യൂണിഫോം മാറ്റി കൊടുത്ത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവന് ഭയങ്കര പൊലിവിലാണ്. അവനക്ക് എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഇവിടെ മുകളിൽ കസിൻ ഉണ്ട് പറഞ്ഞില്ല, അവരുടെ മക്കനും ഇതുപോലെ പോയി വരുന്നൊക്കെ കണ്ടപ്പോൾ അവനക്ക് സ്കൂൾ ബസ്സിലൊക്കെ പോകാൻ ഭയങ്കര ത്രില്ഡാണ്. അപ്പോൾ അവൻ്റെ വിചാരം അതുപോലെയൊക്കെ നല്ല രസമാകും വിചാരിച്ചിട്ട് ഫസ്റ്റ് ഒരു കുഴപ്പമില്ല, അവൻ ഓക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കയറിപ്പോയി. പക്ഷെ അവന് കയറിപ്പോയതിന് ശേഷം പിന്നെ ഞങ്ങൾക്കായിരുന്നു ഇടങ്ങേറ്. അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഭയങ്കര എന്താണെന്നറിയില്ല, ഒരു ടെൻഷനും അതുപോലെ ഒരു മനസ്സിനുള്ളിൽ കുറേ ഇടങ്ങേറ്. അങ്ങനെ ഞങ്ങൾ അവൻ്റെ സ്കൂൾ ബസ്സിൻ്റെ പിന്നാലെ പോയി സ്കൂളിലേക്ക്. പാരൻസ് വരണം എന്നില്ല, ടീച്ചേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജസ്റ്റ് അവൻ്റെ പിന്നാലെ പോയി എന്ന് മാത്രം. ഞങ്ങൾ അവനെ കാണാതെ സൈഡിൽ നിന്നിട്ട് അവന് സ്കൂളിലോട്ട് പോകണതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു പോന്നു. അവനാളെ ഹാപ്പി ആയതുകൊണ്ട് നമുക്ക് സമാധാനമായി. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിലത്തെ പണികളൊക്കെ കഴിയുമ്പോഴേക്കിനും അവൻ സ്കൂൾ വിട്ട് വരുന്ന ടൈമായി. അങ്ങനെ ഉച്ച ഒരു 1 മണി ആവാൻ നേരത്ത് അവനെത്തി. മാഷാഅല്ലാ, അവൻ്റെ ഫസ്റ്റ് ഡേ സ്കൂള് അടിപൊളിയായി കഴിഞ്ഞാൽ അവന് അറിഞ്ഞൊന്നുമില്ല, ഗുഡ് ബോയ് ആയിട്ട് പോയി വന്നു. പിന്നെ വന്നതിന് ശേഷം പിന്നെ സ്കൂളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ചെറുതായിട്ടൊക്കെ വിഷമം വന്നു, കുറേ കുട്ടികളൊക്കെ അറിയുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവനക്ക് ചെറുതായിട്ട് സങ്കടം വന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ബാഗ് നോക്കുമ്പോൾ അവന് കൊടുത്തയച്ച ഇത് തൊട്ടിട്ടില്ല, അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിക്കണം. എനിക്ക് തോന്നുന്നു അത് ഓപ്പണേ ചെയ്തിട്ടില്ല, കാരണം അവന് ഇഷ്ടപ്പെട്ട ജ്യൂസ് പോലും അവൻ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് അതൊക്കെ കഴിച്ചു. പിന്നെ ബാഗിൽ നോക്കുമ്പോൾ അന്ന് ചെയ്ത ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, കളറിങ് ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഒരു ഈവനിങ് ഞങ്ങൾ പുറത്ത് പോയി 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിനി വേറെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ടാറ്റാ.